കഴിഞ്ഞിട്ടുണ്ടായതൊക്കെ വളരെ ദാരുണ്യമായ അല്ലെങ്കിൽ വളരെ ഒട്ടും ചിന്തിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളാണ് നടന്നത്. വിളിച്ച് കൊണ്ടുപോയി സാധനങ്ങൾ സബ്മിറ്റ് ചെയ്തപ്പോൾ അവരാദ്യം പറഞ്ഞ ഡയലോഗാണ്, പ്രയോറിറ്റി വിസ എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ, പ്രയോറിറ്റി വിസ ക്യാൻസലായി. ഞാനാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന 27-ാം തീയതി, അതായത് ഓൾറെഡി ടിക്കറ്റ് നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ മുന്നേ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തില്ല. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ നാൾക്ക് കാത്തിരിപ്പിന് ശേഷം ഞാൻ ഇന്ന് എൻ്റെ വിസ പോയി സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ യു കെയിലോട്ട് പോകാനല്ല, പുറത്തോട്ട് പോകാൻ നോക്കിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷത്തോളമായി. അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളത് പിന്നെ ഒരു വ്ളോഗിൽ എന്തെങ്കിലും പറയാം. ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി യു കെയിൽ ഞാൻ ഇപ്പോൾ ഇവിടെ VFS സബ്മിറ്റ് ചെയ്യാൻ വന്നേക്കണം, എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇന്ന് മാർച്ച് 14 ഇപ്പോൾ സബ്മിഷൻ വന്നേക്കണം. പ്രൈവറ്റ് വിസയാണ് ഞാൻ എടുത്തേക്കണേ. കൊച്ചിയിലാണ് സബ്മിഷൻ വന്നേക്കണത്. 4:45 ഡേറ്റ് ടൈം വന്നേക്കണത്. അപ്പോൾ ഞാനിപ്പോൾ 2:45 ആയിട്ടുള്ളൂ. എന്നാലും ഒരു 2 നമ്മുടെ കൊച്ചിയിലെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യേണ്ട ഭയങ്കര പാടാണ്. പാർക്കിംഗ് വന്നിട്ട് ലാസ്റ്റ് സിൽക്കോൺ സൂപ്പർ മാർക്കറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയിട്ടാണ് പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ സെക്യൂരിറ്റി ആരും കണ്ടൊന്നുമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ കൊച്ചിയാണ് ഡേറ്റ് എടുത്തേക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എം ജി റോഡിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മെയിൻ VFS സെൻറ്റർ ഉണ്ട്. അവിടെ അല്ല ശരിക്കും നമ്മൾ UK സബ്മിഷൻസ് ഒക്കെ വരുന്നത്. ഞാൻ അവിടെയാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം അവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ അല്ല ശരിക്കും. ആ മെയിൻ VFS സെൻറ്ററിൻ്റെ ഒരു 150 മീറ്റേഴ്സോളം മുന്നിലോട്ട് പോയി കഴിയുമ്പോൾ ലെഫ്റ്റിലോട്ട് കുരിശുപടി റോഡ് എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള എൻ്റെ ഡേറ്റ് കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളും ഉണ്ടാവും. എന്നാലും മെയിൻ VFS സെൻറ്റർ ഉണ്ട്. അതിൻ്റെ ഒരു 150 മീറ്റേഴ്സോളം മുന്നിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലോട്ട് റോഡുണ്ട്. ആ റോഡിലൊരു 5 മിനിറ്റോളം നിങ്ങൾ മുന്നിലോട്ടൊന്ന്, ഇപ്പോൾ കാറാണെന്നുണ്ടെങ്കിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ്സോളം നടന്നു കഴിയുമ്പോഴേക്കും SR ആർക്കേഡ് എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് ശരിക്കും നമ്മുടെ സബ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് വണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3:30 ആകുമ്പോഴേക്കും പൈന ഇറങ്ങി ചെല്ലണം. അവിടെ നേരത്തെ പോയിട്ട് കാര്യമില്ല, കയറ്റില്ല എന്തായാലും. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും പോകാൻ ഇപ്പോൾ ഇനി 3:10 4 മണി വരെ എന്തായാലും ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് എന്തൊക്കെയാണെന്ന് പറയുന്നത്. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങട്ടെ ഞാൻ പറയാം. ഇപ്പോൾ ശരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഓൾറെഡി വിസ കിട്ടിയേക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോകുമ്പോൾ ഏകദേശം ഒരു അപ്പം തന്നെ, അതായത് സ്റ്റുഡൻറ്റിന് വിസ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു 80 to 90% നമുക്ക് വിസ കിട്ടിയെന്ന് ഏകദേശം ഉറപ്പാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെക്കേണ്ട സബ്മിഷന് സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് ഒന്ന് പ്രോപ്പറായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ടെൻഷൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് വിസ കിട്ടും. അതിൽ മെയിൻ ടോപ്പിക് നമുക്ക് ഡോക്യുമെൻറ്റ്സ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സെക്ഷനായിട്ടാണ്. അതായത് നമ്മൾ വെക്കേണ്ട ഡോക്യുമെൻറ്റ്സും നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ നിന്ന് കിട്ടേണ്ട ഡോക്യുമെൻറ്റ്സും സ്റ്റുഡൻറ്റ് അന്ന് സബ്മിറ്റ് ചെയ്ത സമയത്ത് വെച്ച കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കൂടെ വെക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ വെക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ ഏതൊക്കെ മാൻഡറ്ററി ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്നുള്ളതൊക്കെ പറയണം. അപ്പോൾ ഫസ്റ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പാസ്പോർട്ടാണ്. നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള പാസ്പോർട്ട് എന്തായാലും നമ്മൾ വെക്കണം, സബ്മിറ്റ് ചെയ്യണം. ഇപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ സ്പൗസിൻ്റെ നെയിം ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് പുതിയ പാസ്പോർട്ടാണല്ലോ കിട്ടുക. അപ്പോൾ മാൻഡറ്ററി ഒന്നുമല്ല. അപ്പോൾ അപ്ഡേറ്റ് ചെയ്തേക്കണവരുണ്ടെങ്കിൽ പുതിയ പാസ്പോർട്ടിന് കൂടെ പഴയ പാസ്പോർട്ട് ഉണ്ടാവുമല്ലോ, പഴയ പാസ്പോർട്ടിൻ്റെ നമ്മൾ ഫ്രണ്ടും ബാക്ക് പേജ് സ്കാൻ ചെയ്തെടുത്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ പാസ്പോർട്ടിൻ്റെ സൈഡിൽ അതാണ്. പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ മുന്നേ എവിടെയെങ്കിലും സ്റ്റുഡൻ്റായിട്ട് വെച്ച സമയത്ത് എന്തെങ്കിലും റെഫ്യൂസൽസോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റെഫ്യൂസൽ ലെറ്ററും കൂടി നമ്മൾ ഇതിനെ കൂടെ ആഡ് ചെയ്യണം. നമ്മൾ ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് എംബസിക്കാർക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത കേസാണ്. നമ്മളെല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയാണ്, ഒന്നും ഹൈഡ് ചെയ്തുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, റെഫ്യൂസലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ ഭയങ്കരമായിട്ട് പോസിറ്റീവ് കാണുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് പാസ്പോർട്ടിൻ്റെ സൈഡിൽ. പിന്നെ ഫൈനാൻസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും 2 ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഫൈനാൻസ് എടുക്കുമ്പോൾ നമുക്ക് FD ലെറ്ററാണ്, 28 ഡേയ്സിൻ്റെ ബാങ്കിൽ നിന്ന് നമുക്ക് FD ലെറ്ററാണ് കിട്ടുന്നത്. അപ്പോൾ FD ലെറ്റർ എടുക്കുമ്പോൾ നേരെ ഇപ്പോൾ 28 ഡേയ്സ് ആയി കഴിയുമ്പോൾ തന്നെ പോയി എടുക്കരുത്. ഇപ്പോൾ അവർ എടുത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് 31 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും ലെറ്റർ എടുക്കേണ്ടത്. അപ്പോൾ 28 ഡേയ്സ് ആയി കഴിയുമ്പോൾ ഒരു 2 to 3 ഡേയ്സും കൂടി വെയിറ്റ് ചെയ്തിട്ട് 31 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോയി FD ലെറ്റർ എടുക്കാൻ പാടുള്ളൂ.
ഇപ്പോൾ FD ലെറ്റർ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ പോയി ഡെപ്പോസിറ്റ് ചെയ്ത സമയത്ത് നമുക്കൊരു FDയുടെ റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റും കൂടി നമ്മൾ ഫൈനാൻസിൻ്റെ സെക്ഷനിൽ അതിൻ്റെ രണ്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ FDയുടെ ഈ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ വെക്കേണ്ടത്. അതായത് FDയുടെ നമുക്ക് ലെറ്റർ ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ FD സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന റെസിപ്റ്റ് നമ്മൾ വെക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട്സാണ്. നമ്മളിപ്പോൾ മെഡിക്കൽ നമുക്ക് എടുക്കാൻ മെയിൻലി അമൃതയിൽ പറ്റുന്നുണ്ട്, തിരുവനന്തപുരത്ത് കിംസ് ഉണ്ട്, ബാംഗ്ലൂരാണെന്നുണ്ടെങ്കിൽ കിംസ് ഉണ്ട്. ഈ 3 സ്ഥലത്തൊക്കെയാണ് മെഡിക്കൽ റിപ്പോർട്ട് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമൃതയിൽ എനിക്ക് 3000 റുപ്പീസോളം ചിലവ് വന്നിരുന്നു. ബുക്ക് ചെയ്തിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2000 റുപ്പീസോളം ചിലവ് വരണുള്ളൂ. അപ്പോൾ അതിൽ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ചെസ്റ്റ് എക്സ്റേ എടുത്തേക്കുന്നതിൻ്റെ ഒരു സ്കാൻഡ് കോപ്പി ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും വയ്ക്കുക. പിന്നെ നമുക്ക് മെയിൻലി വേണ്ടത് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. മാരേജ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നമ്മൾ രജിസ്റ്ററിൻ്റെ നിന്ന് കിട്ടിയേക്കണം മാരേജ് സർട്ടിഫിക്കറ്റ്, അത് നമ്മൾ വെക്കണം. അതിൻ്റെ കളർ കോപ്പി തന്നെ നമ്മൾ എടുത്ത് പ്രിൻ്റ് ഔട്ട് വയ്ക്കണം. ഇതൊക്കെ നമ്മുടെ നമ്മൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ എടുക്കണമല്ലോ, ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ VFSൽ ഡേറ്റ് എടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. UKIVയുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ലൗട്ട് ചെയ്യണം. അപ്പോൾ ആ ഫില്ലൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 12 പേജിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമുക്ക് കിട്ടും, ഒരു PDF നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഫില്ലൗട്ട് ചെയ്തേക്കണ ഫോമിൻ്റെ PDF പ്രിൻ്റ് ഔട്ട് കിട്ടും. അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് മൊത്തം എടുക്കണം. 12 പേജസ് ഉണ്ടാവും, അതെടുക്കണം. പിന്നെ അതിൻ്റെ കൂടാതെ തന്നെ ഒരു ഡോക്യുമെൻറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു PDF ഉണ്ടാവും. ഇത് 3 നമുക്കിപ്പോൾ എവിടെയാണ് ചെയ്യണത്, ഏജൻസിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരത് പ്രൊവൈഡ് ചെയ്യും. അത് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന PDFsകളാണ് ഇതെല്ലാം. അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ടാവും, ഫ്രണ്ട് പേജ് ഉണ്ടാവും അപ്പോയിൻമെൻറ്റ് ലെറ്റർ. അതിൽ കറക്റ്റ് ഏത് ഡേറ്റിലാണ്, ഏത് ടൈമിലാണ് നമ്മളുടെ എടുത്തേക്കുന്ന വിസ ടൈപ്പ്, ഡിപ്പെൻഡൻറ്റ് വിസ ആണെങ്കിൽ വിസ ടൈപ്പ്, അതിൻ്റെ നമ്പർ ഉണ്ടാവും, ഒരു GWF എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ ഉണ്ടാവും. ആ നമ്പറൊക്കെ അടങ്ങിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ സൈഡിൽ നിന്ന് വേണ്ടത്. ഇനി നമ്മുടെ ഡിപ്പെൻഡൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വേണ്ട കുറച്ചധികം ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് മെയിൻലി ആളുടെ വെക്കേണ്ട മെയിൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്, ആൾക്കും ഇതുപോലെ നമ്മൾ സബ്മിറ്റ് ചെയ്ത സമയത്ത് UKIVയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ഈ 12 പേജസിൻ്റെ തന്നെ. ആ ഡോക്യുമെൻറ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് മെയിൻലി വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ BRP കാർഡ്, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. പിന്നെ ആളവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ, അതായത് പാർട്ട്ണർ അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത്, വിസയുടെ മേലെ സ്റ്റാമ്പ് ചെയ്ത് ഇമിഗ്രേഷൻ ഓഫീസർ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ആ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ കയ്യിൽ കരുതണം. പിന്നെ ആളുടെ ക്യാഷ് ലെറ്റർ ഉണ്ടാവണം, അതായത് കൺഫർമേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഓഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോളേജ് പ്രൊവൈഡ് ചെയ്യണ ആ ക്യാഷ് ലെറ്റർ, അത് നമ്മൾ ആളുടെ കൂടെ കരുതണം, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ലിസ്റ്റിൻ്റെ കൂടെ കരുതണം. പിന്നെ നമുക്ക് മെയിൻലി വേണ്ടത്, ഇപ്പോൾ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് ഒരു ലോണോ അങ്ങനത്തെ ഫൈനാൻസ് എന്തെങ്കിലും എടുത്തിട്ടാണ് വെച്ചേക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർലി നമ്മൾ മാൻഡറ്ററി ആയിട്ട് ആളുടെ ലോൺ ലെറ്റർ, ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വെക്കണതിൻ്റെ ലോൺ ലെറ്റർ, FD ലെറ്റർ വെക്കണതിൻ്റെ കൂടെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ ലോൺ ലെറ്ററും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ വെക്കേണ്ട മെയിൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് സ്റ്റുഡൻറ്റ് ഒരു ഒബ്ജെക്ഷൻ ഇല്ല, അതായത് ഡിപ്പെൻഡൻറ്റ് അവിടെ എത്തണതിന് പാർട്ട്ണറിന് ഒരു ഒബ്ജെക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള NOC ഒരു ലെറ്റർ ഉണ്ട്. അതിൻ്റെ ഫോർമാറ്റ് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അതിൻ്റെ ഡോക്യുമെൻ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ NOC ലെറ്റർ നമുക്ക് മാൻഡറ്ററി ആണ്. അത് സ്റ്റുഡൻറ്റ് എഴുതി തൻ്റെ ലെറ്റർ, ആളുടെ സൈനും ഉണ്ടാവണം അതിനകത്ത്. ആ ഡോക്യുമെൻറ്റ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു ഡോക്യുമെൻ്റ്, ഇപ്പോൾ ഒരു സ്ഥലത്തായിരിക്കുമല്ലോ എന്തെങ്കിലും സ്റ്റേ ചെയ്യുന്നുണ്ടാവും, ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ആണെന്നുണ്ടെങ്കിലോ ഹോട്ടലാണെന്നുണ്ടെങ്കിലോ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ടെനൻ്റ് ഉണ്ടാവും. ആ ടെനൻറ്റിൻ്റെ നിന്ന് നമ്മൾ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്, ടെനൻറ്റിൻ്റെയും നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ട് പാർട്ട്ണറെ കൊണ്ട് മേടിപ്പിക്കണം. അത് മേടിപ്പിച്ച് നമ്മൾ അതും കൂടി വെക്കണം. അതായത് നമ്മളവിടെ ട്രാവൽ ചെയ്ത് നമ്മളവിടെ എത്തി അവരുടെ ഡിപ്പെൻഡൻറ്റ്, അതായത് പാർട്ട്ണറിൻ്റെ കൂടെ താമസിക്കണോ എന്ന് അതിനൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ടെനൻറ്റ് നമ്മളെ സമ്മതിച്ചിട്ടുള്ള ഒരു ലെറ്ററാണ് NOC ലെറ്റർ. ആ ലെറ്റർ നമ്മൾ വെക്കണം. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ കൂടെ കരുതണം. പിന്നെ നമുക്ക് മെയിൻലി വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡിപ്പെൻഡൻറ്റും പാർട്ട്ണറും തമ്മിൽ, അതായത് ഇപ്പോൾ വെക്കണ ആളാരാണോ ആളും പാർട്ട്ണറും തമ്മിൽ ഉള്ള ഫോട്ടോസ്, എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റ് ഒന്നും വെക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഒരു 10-15 ഫോട്ടോസ് മിനിമം. ഇപ്പോൾ മാരേജ് കഴിഞ്ഞേക്കണതിൻ്റെ മാരേജിൻ്റെ ഫോട്ടോ ഉണ്ടാവും. നമ്മൾ പല ടൈം പീരീഡ്, അതായത് ഇത് ഫേക്ക് അല്ല എന്ന് പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ്
പല പല ടൈം പീരീഡിൽ പല പല ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ. അതിൻ്റെയൊക്കെ ഒരു കൊളാജ് പോലെ, അതായത് ഒരു പേപ്പറിൽ ഒരു 4-5 ഫോട്ടോ കൊള്ളുന്ന രീതിയിൽ ഒരു 5-6 പേപ്പർ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. പല പല ഫോട്ടോസ് ആയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ മാരേജ് ഫോട്ടോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനത്തെ ഫോട്ടോസൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് നമ്മൾ കൂടെ വെക്കണം. അതൊരു പ്രൂഫിന് വേണ്ടിയിട്ടാണ്. അത് കമ്പൽസറി ആണ് പറയുന്നുണ്ട് അതെന്തെങ്കിലും വെക്കണം എന്നുള്ളത്. അപ്പോൾ അതും കൂടി എന്തെങ്കിലും നിങ്ങൾ വെക്കുക. അപ്പോൾ ഇത് 4:10 കഴിഞ്ഞു, 4:45. അപ്പോൾ അത് ഇപ്പോൾ VFS ഓഫീസിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ എങ്ങനെയാവുമെന്ന് പോയിട്ട് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റിലേ അതിൽ 3 കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അന്ന് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് കഴിയുമ്പോൾ നമുക്കതിനൊരു മെയിലുണ്ടാവും. നമ്മൾ റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു മെയിലുണ്ടാവും. നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡിയിലോട്ട് വരും. ആ മെയിൽ ഐ ഡി നമ്മൾ എന്തായാലും പ്രിൻ്റ് ഔട്ട് എടുത്തോളൂ. അതിൻ്റെ കൂടാതെ തന്നെ 1 lakh ഇപ്പോൾ 2 year എത്ര നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് അടച്ചതിൻ്റെ പേയ്മെൻറ്റ് കൺഫർമേഷൻ്റെ ഒരു മെയിലുണ്ടാവും. ആ മെയിലും കൂടി നിങ്ങൾ എടുത്തോളൂ കേട്ടോ. പ്രിൻ്റ് ഔട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ 2 ഡോക്യുമെൻറ്റ്സും കൂടി നമ്മൾ വെക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ഞാൻ പറയാത്ത ഒരു ഡോക്യുമെൻറ്റും ഇത് ഡിപ്പെൻഡൻ്റ് പാർട്ട്ണറുടെ സൈഡിലുണ്ടായിരുന്ന ഒരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട്ണറിൻ്റെ വിസ കിട്ടിക്കഴിയുമ്പോൾ വിസയുടെ കൂടെ നമുക്കൊരു 3 പേജ് ഒരു പേപ്പർ നമുക്ക് കിട്ടില്ല. അത് BRP കളക്ഷൻ പോയിന്റ് എവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അപ്രൂവൽ ലെറ്റർ ഉണ്ടാവുമല്ലോ. നമ്മുടെ പാസ്പോർട്ടിൻ്റെ കൂടെ ഒരു അപ്രൂവൽ ലെറ്റർ ഉണ്ടാവും. ആ ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ വെക്കണം കേട്ടോ. അപ്പോൾ ഈ 3 ഡോക്യുമെൻറ്റ്സും കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ എന്തായാലും ഇപ്പോൾ ചെല്ലട്ടെ. അപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ആട്ടോ, ഈ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മളുടെ SR ആർക്കേഡ്. അവിടെയാണ് VFSൻ്റെ സബ്മിഷൻ ഉള്ളത്. പുറത്ത് ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ സബ്മിഷൻ ഉള്ളത്. നമ്മൾ ശരിക്കും VFS ഓഫീസിൽ കയറുമ്പോൾ തന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ ആ സെക്യൂരിറ്റിൻ്റെ അടുത്ത് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററും നമ്മുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ ചെക്ക് ലിസ്റ്റും ഉണ്ട്. അത് രണ്ടും നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അപ്പുറത്ത് റൈറ്റ് സൈഡിൽ തന്നെ ഒരു വേറെ സെക്യൂരിറ്റി ഉണ്ടാവും, നമ്മുടെ ബോഡി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് രണ്ടും അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മേലോട്ട് വിടും. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ UK സബ്മിഷനൊക്കെ വരുന്നത്. അപ്പോൾ ഹലോ ഗൈസ്, സബ്മിഷൻ കഴിഞ്ഞപ്പോൾ മെയിൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതിൻ്റെ മറ്റേ VFS ഓഫീസിൻ്റെ ഉള്ളിലിരുന്ന് കഴിഞ്ഞപ്പോൾ അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അത് ഇടയ്ക്ക് കട്ടായ. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടായതൊക്കെ വളരെ ദാരുണ്യമായ അല്ലെങ്കിൽ വളരെ ഒട്ടും ചിന്തിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് നടന്നത്. പോയി സബ്മിറ്റ് ചെയ്ത് വിസ ടോക്കൺ നമ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കയറി കഴിഞ്ഞിട്ട് അവർ ടോക്കൺ നമ്പർ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ടോക്കൺ നമ്പർ എടുത്ത് 101 ടോക്കൺ നമ്പർ കിട്ടിയ പിടിച്ച് കൊണ്ടുപോയി സാധനങ്ങൾ സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ ആദ്യം പറഞ്ഞ ഡയലോഗാണ്, പ്രയോറിറ്റി വിസ എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ, പ്രയോറിറ്റി വിസ ക്യാൻസലായി. ഇന്ന് ഉച്ച വരെ പ്രയോറിറ്റി വിസ അവരെടുത്തതാണ്. ഇന്ന് ഉച്ചയ്ക്ക് തൊട്ട് പ്രയോറിറ്റി വിസ സസ്പെൻഡ് ചെയ്തേക്കാണ്. അതായത് അത്രയും ആപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് പ്രയോറിറ്റി വിസ 5-6 ദിവസം 5 ദിവസമാണല്ലോ പ്രയോറിറ്റി മാക്സിമം എടുക്കാൻ പാടുള്ളൂ. ആ ടൈമിനുള്ളിൽ അവർക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റണില്ല. അതുകൊണ്ട് അവർ പ്രയോറിറ്റി വിസ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തേക്കാണ്, സസ്പെൻഡ് ചെയ്തേക്കാണ്. ഇതെന്തായാലും സ്റ്റാൻഡേർഡ് വിസ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് സബ്മിറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞേക്കാം ബാക്കി പ്രയോറിറ്റി വിസേനെ എക്സ്ട്രാ വന്ന് 25,000 റീഫണ്ട് തരാം, സ്റ്റാൻഡേർഡ് വിസയിലോട്ട് കൺവേർട്ട് ചെയ്തേക്കാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന 27-ാം തീയതി, അതായത് ഓൾറെഡി ടിക്കറ്റ് നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ മുന്നേ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തില്ല. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് എന്തായാലും മാറ്റേണ്ടി വരും, വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കണേ. സബ്മിറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്, ഡോക്യുമെൻറ്റ്സ് എല്ലാവരും എടുത്ത് വേറെ പറഞ്ഞ ചെക്ക് ലിസ്റ്റിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ ഇതാണ് അവസ്ഥ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് പ്രയോറിറ്റി വിസ തരാൻ പറ്റില്ല, സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് വിസ നോർമൽ വിസയിലൊക്കെയാണ് മാറ്റിയേക്കണവർ. അതാണ് ഇവിടുത്തെ അവസ്ഥ. ആ അവസ്ഥയും നോക്കി ഞാൻ കണ്ടെയ്നർ ടെർമിനലിലെ കാര്യം നോക്കി ഇരിപ്പാണ്. നല്ല കട്ട വ്യൂ ആണ്. ഇത് നമ്മുടെ വണ്ടിയോടെ ഇറക്കണം. എന്ത് ചെയ്യാനാ പണി, ഇതാണ് അവസ്ഥ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഹായ് ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ
വീട്ടിലെത്തിയതിന് ശേഷം VFSൻ്റെ ഇതിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഓൾ ഇന്ത്യ മൊത്തം ഇന്ത്യയിലും പ്രയോറിറ്റിയും സൂപ്പർ പ്രയോറിറ്റി ആയിട്ടുള്ള വിസ ബാൻ തൽക്കാലത്തേക്ക് അത് സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കാം. കാരണം ഇന്നലെ ഒരു ലോ ഇത് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു UK ഗവൺമെൻറ്. അതായത് നമുക്ക് യുക്രൈൻസിൽ നിന്ന് ഇമിഗ്രൻസ് അല്ലെങ്കിൽ അഭ്യർത്ഥികൾക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് അതായത് UK സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും തയ്യാറാണെന്നുണ്ടെങ്കിൽ അവർക്ക് UK വരാം എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ആപ്ലിക്കേഷൻസ് അങ്ങനെ ഇത് വന്നിട്ടുണ്ട്. അവർ തന്നെ യുക്രൈൻ അവർ അഭ്യർത്ഥികളെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന പോലത്തെ ഒരു ഇത് വന്നേക്കണമെന്ന് കുറേ ആപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പ്രയോറിറ്റി വിസയുടെ ഫീസ് ഏകദേശം 25,000 ഉണ്ടല്ലോ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് 5 days 6 daysനുള്ളിൽ അവർക്ക് കൊടുക്കാൻ പറ്റണില്ല. ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫർദർ നോട്ടീസ് ഉണ്ടാവണ വരെ എന്തായാലും പ്രയോറിറ്റി വിസകളും സൂപ്പർ പ്രയോറിറ്റി വിസകളും ഫുൾ ഇന്ത്യയിൽ ക്യാൻസലാണ്. അപ്പോൾ നമുക്ക് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ഡിപ്പെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ജോബ് വിസ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രയോറിറ്റി വിസ എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സ്റ്റാൻഡേർഡ് തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഏകദേശം എത്ര ഡേയ്സ് വരും, കാരണം ഞാൻ 27th ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 15 വർക്കിംഗ് ഡേയ്സാണ് പറഞ്ഞേക്കുന്നത്. 15 to 18 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് പാസ്പോർട്ട് എന്തെങ്കിലും കയ്യിൽ കിട്ടുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ടിക്കറ്റ് എന്നിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും UK ഏത് വിസ ആണെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രൈവറ്റ് വിസ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഡിസേബിൾ ആയിട്ടുണ്ടാവില്ല, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എങ്ങനെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ദൈവത്തോർത്ത് അത് അപ്ലൈ ചെയ്യരുത്. കാരണം ഇപ്പോൾ എൻ്റെ അടുത്ത് റീഫണ്ട് തരാമെന്ന് പറഞ്ഞേക്കുന്നത് 15 to 21 days എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് റീഫണ്ട് കിട്ടാനായിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങൾ സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ഡേറ്റിൻ്റെ അന്ന് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ചോദിക്കാം. ഇപ്പോൾ ബൈ ചാൻസ് എന്തെങ്കിലും അപ്ഡേറ്റ്സ് കാരണം വീണ്ടും പ്രൈവറ്റ് വിസ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് ചോദിക്കുന്ന സമയത്ത് പ്രൈവറ്റ് വിസ ഉണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും അവൈലബിൾ ആണെന്ന് പറയും. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ പ്രൈവറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് മാത്രം എന്തെങ്കിലും എടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. എന്തായാലും ഇനി ഒരു 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഒരു ഡിസിഷൻ കിട്ടി പാസ്പോർട്ട് കയ്യിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് എന്തായാലും ഇനിയും കാണാം. ഇതുപോലെ എന്തായാലും അങ്ങോട്ടുള്ള ഫുൾ ജേർണി എന്തായാലും ഓരോരോ വ്ളോഗ്സും ഓരോ പ്രൊസീജിയേഴ്സാണ് സ്റ്റുഡൻറ്റ് വിസയുടെ പ്രൊസീജിയേഴ്സ് ആണെന്നുണ്ടെങ്കിലും പലതിനെ പറ്റിയും വ്ളോഗ്സ് എന്തായാലും വരുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പീസ് ഔട്ട്, കാണാം.